ഹലോ, ഇന്നൊരു ചക്കടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പി അത്ര വലിയ റെസിപ്പിയൊന്നുമില്ല. ചക്ക എടുത്തിട്ടുണ്ട്, ഒരു വരിക്കച്ചക്കയുടെ ചുള ഒരു 5-6 ഉണ്ട്. അത് ശരിക്കും മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. നമുക്ക് അടിക്കുന്ന ശരിക്കും ഇത് അരിഞ്ഞ് വേണമെങ്കിൽ ഉണ്ടാക്കാം, അരിഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ ശരിക്കും അത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഞാൻ അത് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്തു. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല, പേസ്റ്റ് പോലെ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി 3-4 സ്പൂൺ എടുക്കുന്നുണ്ട്. വെച്ചാൽ ഒത്തിരി ഉണ്ടാക്കാനുള്ള സംഭവം ഇല്ല. കുറച്ച് ഉണ്ടാക്കുന്നത് ഒരു 4-5 അടയ്ക്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഒരു 3-4 സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് കഴിഞ്ഞ് നമുക്ക് അരച്ച് വെച്ച് നമ്മൾ സാധനം ഇതിനകത്തിട്ട് കുഴച്ചിട്ട് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് കുഴച്ചെടുക്കാം. കുറച്ചേ ഉള്ളൂ, കണ്ടാൽ മനസ്സിലാവില്ല, കുറച്ചേ ഉള്ളൂ. ഒരു 4-5 അടയ്ക്കുള്ള സംഭവങ്ങളുള്ളൂ ഇതിനകത്ത്. അപ്പോൾ അരച്ച് വെച്ച് നമ്മൾ അതിനകത്തിട്ട് മിക്സ് ചെയ്യണം നല്ലതായിട്ട്. ഇത് ആക്ച്വലി ഇന്നലെ കൊണ്ടുവന്ന ചക്കച്ചോളയാണ്. ചക്കച്ചോള ഞങ്ങൾ ഇന്നലെ വരിക്കച്ചക്ക മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുന്ന ചുള വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ സദ്യ ഉണ്ടായിരുന്നു. സദ്യയുടെ ബാക്കി ഇരുന്ന ഇല ഉണ്ടായിരുന്നു. അപ്പോൾ ഇല വെച്ച് ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം ഈ വീട്ടിൽ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മളിതുണ്ട്, ഇത് ശർക്കരയും തേങ്ങയും കൂടെ വഴറ്റി വെച്ചാണ്. ഇത് നേരത്തെ ഫ്രിഡ്ജിൽ ഇരുന്ന സാധനമാണ്, അതുകൊണ്ട് തന്നെ അതാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ശർക്കരയും തേങ്ങയും തിരുമ്മി വേണം ഇട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ല മധുരം കിട്ടും. ഇതിന് കുറച്ച് മധുരം കുറവായിരിക്കും. വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ ഷുഗർ ഒത്തിരി ഉള്ള ആൾക്കാരും, എനിക്ക് ഷുഗർ ഉള്ളത്, അപ്പോൾ ഞാൻ അത് കുറച്ച് മധുരമുള്ളത് കഴിക്കത്തുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കട്ടിയായിരുന്നത്, കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലിക്കുട്ടത്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റവ് വെച്ചിട്ട് ചൂടാക്കാൻ വെക്കുക. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കാൻ തട്ടുണ്ട്. തട്ട് വെച്ചിട്ട് നമുക്ക് ഇല അട ഉണ്ടാക്കാം. ഈ 2 ടൈപ്പിലുള്ള ഇലയട ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു ചക്കയടയുടെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലാതെ നമ്മൾ പ്ലെയിനായിട്ടുള്ള അട ഉണ്ടാക്കുന്നുണ്ട്. ഈ മടക്കി വെച്ചുള്ള അട, സ്റ്റഫ് ചെയ്യുന്നത്, നമ്മൾ ഈ ശർക്കരയും തേങ്ങ കൊണ്ട് സ്റ്റഫ് ചെയ്തുള്ള അട ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെ ബാക്കിയുള്ളവർ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള ഇല കീറി എടുക്കുവാണ്. ഇല ഒരു 4-5 പീസിനുള്ള ഇല എടുക്കുന്നുള്ളൂ. വെച്ചാൽ അതിനുള്ള അട ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു 4-5 അട ഉണ്ടാക്കാനുള്ള രീതിയിലുള്ളൊരു 4-5 ഇല കീറി എടുക്കുന്നുണ്ട്. കീറി കൂട്ടത്തിൽ ചിലപ്പോൾ 2-3 ഇല കീറിപ്പോയിട്ടുണ്ട്. ചെറിയതായിട്ട് കീറിപ്പോയി. അത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അത് കീറിപ്പോയി. നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുഴച്ച് വെച്ച് നമ്മൾ അരിപ്പൊടിയും ഇതിനോട് വെച്ച് ഒന്നുമില്ല, ഇത് സിമ്പിളായിട്ടുള്ളത്. ചെറിയൊരു ഉരുട്ട അങ്ങോട്ട് വെക്കുക. എന്നിട്ട് 2 സൈഡ് ഞെക്കി കഴിയുമ്പോൾ അത് പരന്ന് വരും. അല്ലാതെ നമ്മൾ കൈകൊണ്ട് പരത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്, നമുക്ക് അതുകൊണ്ട് വെച്ച് കൊടുക്കാം. ഓരോന്നേരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരു 4-5 ഉണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി. നമ്മൾ നാട്ടിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നാട്ടിൽ പക്ഷേ ഇങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ ചക്കപ്പഴം വരിക്കച്ചക്കയുടെ ചുള എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞുണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിനെക്കാട്ടും നല്ല ഇതാകുമ്പോൾ ഉണ്ടല്ലോ, എല്ലായിടത്തും ഈ അരിപ്പൊടി കൂടി പിടിച്ചിരിക്കുന്നത്. നമ്മുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും, ഈ വരിക്കച്ചക്കയുടെ ഒരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഇത് നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ചക്കയുടെ സീസൺ ആയ സമയത്ത് ചക്ക കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി 3 ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4-5 2-3 ഒരു 5 ഉണ്ട്. ഈ വീട്ടിൽ കഴിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണം. പക്ഷേ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അതിനായിട്ട് കഴിക്കുന്നില്ല ഈ സാധനം. അതുകൊണ്ട് നമ്മൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വളരെ 4-5 ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് പ്രിയയുടെ ഉണ്ടാക്കി. അതിൻ്റെ ഷൂട്ട് ഞാൻ ചെയ്തില്ല. ഇത് വെളുത്തിരിക്കുന്നുണ്ട്, അത് പ്രിയ ഉണ്ടാക്കിയതാണ്. മറ്റേ മടക്കി ഇതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ടുള്ള സാധനമാണ്, അത് പ്രിയ ഉണ്ടാക്കിയതാണ്. ഞാൻ അതിന് ഷൂട്ട് ചെയ്യാൻ മറന്നു, ഷൂട്ട് ചെയ്തിട്ടില്ല. അവളെന്നെ വിളിച്ചാൽ, പക്ഷേ ഞാൻ കേട്ടില്ല ഷൂട്ട് ചെയ്തത്. ഇതൊരുമാതിരി വെന്ത് കഴിഞ്ഞു. ഞാൻ ഉണ്ടാക്കിയ ഇലയുടെ ഇത് ശരിക്കുള്ള സ്റ്റഫ് ചെയ്ത ഇലയുടെ ഉണ്ടാക്കിയിരിക്കുന്നത്. താഴെ ചക്കയുടെ താഴെ ഇരിക്കുവാണ്. അപ്പോൾ ഒരുമാതിരി ശരിക്കും വെന്ത് കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ടൊരു 10 കഴിയുമ്പം നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് നിർത്തി വെച്ച് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഞാൻ എടുക്കുന്നത് കേട്ടോ. കൈ കൊണ്ട് എടുക്കാൻ നോക്കിയിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാനത് വേറൊരു നമ്മുടെ സാധനം വെച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചക്കയുടെയാണ്, മറ്റേ ഇലയുടെയാണ്. അപ്പോൾ രണ്ട് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രിയ കഴിക്കാനായിട്ട് ഹാളിൽ പോയിരിക്കുക റെഡിയായിട്ട്. ഞാനത് എടുത്തുകൊണ്ടിരിക്കുക. അവൾ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് എടുത്തുകൊണ്ട് എനിക്ക് വിശക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ ചക്കട കഴിക്കത്തില്ല. ചക്കട ഞാൻ ചിലപ്പോൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കും. പക്ഷേ അവൾക്ക് പഴുത്തേക്കേ ഇഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ ഈ സ്മെല്ല് അവൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ എന്തോരം കഴിക്കും. ഞാൻ ഇഷ്ടപ്പെട്ട് വേണമെങ്കിൽ മധുരം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് മധുരം കുറഞ്ഞാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനത് രണ്ട് ഇലയുടെയും ചക്കയുടെയും 2 പ്ലേറ്റിലാക്കിയിട്ട് പ്രിയയ്ക്ക് കൊണ്ട് കൊടുത്തു. പ്രിയ കണ്ടിട്ട് കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒന്നൊരു ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇലയുടെയായിട്ട് ഞാൻ പോവാണ്. ഇലയുടെ അവിടെ സൈഡിൽ വെച്ചിട്ട് കുറച്ച് ദൂരെ വെച്ചേക്കുന്നത്. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, അല്ല കഴിക്കത്തില്ല. എന്തായാലും അവൾ മറ്റേ
ഇത് നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട്. അവൾ അതിനകത്ത് നല്ല സ്റ്റഫ് ചെയ്ത് നല്ലതായിട്ട് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് കുറച്ച് മധുരം കൂടുതലായിരിക്കും. വെച്ചാൽ ബാക്കി ഇരുന്ന ആ തേങ്ങയും ശർക്കരയെല്ലാം ബാക്കിയെല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ചൂടായതുകൊണ്ട് ഇമ്മ ഇങ്ങനെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ നമ്മുടെ ഇലയുടെ തുറന്ന് നോക്കിയിട്ട് നല്ല കളറൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചോളാം പറഞ്ഞു. ഇവക്ക് മോക്ക് കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടമല്ല, അവൾക്ക് ഇലയുടെ മതി എന്ന് പറഞ്ഞു, മറ്റേ ചക്കയുടെ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അത് തന്നെ കഴിക്കുന്നത്. ഇത് ഞാൻ കഴിച്ച് നോക്കുക. എനിക്ക് ഒരു മധുരക്കുറവുണ്ട് അല്ലേ, ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ മധുരക്കുറവുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ ബൈ.